ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ശ്രീനിവാസന്റെ ഡ്രൈവറിന്റെ വാക്കുകളാണ്. ശ്രീനിവാസൻ ധ്യാനിനെയും വിനീതിനെയും ഒക്കെ പറക്കാൻ അനുവദിച്ച് അദ്ദേഹം മാറിയിരുന്ന് കാണുകയായിരുന്നു എന്നും അങ്ങനൊരു അച്ഛനെയാണ് പലരും ആഗ്രഹിച്ചതെന്നും ശ്രീനിവാസൻ അങ്ങനൊരു അച്ഛനായിരുന്നു എന്നും പലരും പറയുന്നു. എന്നാൽ മകന്റെ സ്നേഹം കൊടുത്ത് സ്നേഹിച്ച ഒരുപാട് പേരില്ല എങ്കിലും ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണേ എന്ന് ശ്രീനിവാസൻ തോളിൽ കൈവച്ച് പറയുമായിരുന്നുവെന്ന് ശ്രീനിവാസന്റെ ഡ്രൈവറിന്റെ വാക്കുകൾ തന്നെയാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത്. അവസാനം ഡയാലിസിസിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയവും ഇതേ ഡ്രൈവർ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്തോ അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞ് വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. ഡയാലിസിസിന് കൊണ്ടുപോകുന്ന ആശുപത്രി വളരെ അടുത്താണ്, അതുവരെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പ്രമാണിച്ചു തന്നെയാണ് ഡ്രൈവർ വേഗം അവിടേക്ക് എത്തിച്ചത്. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പോലും ഇതിനു മുൻപും ഇത്തരത്തിൽ തിരിച്ചു വന്ന വ്യക്തിയല്ലേ എന്ന് മാത്രമാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും അധികം പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹത്തിന് അവസാന നോക്ക് കാണാനായി എത്തിയപ്പോഴും ആദ്യമായിട്ട് ഞാനിവിടെ ജോലി തേടി വന്നതുപോലെയാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് വീട് വെച്ച് തന്നു, എനിക്ക് വസ്തു മേടിച്ചു തന്നു, ഒന്നും ഞാൻ അറിഞ്ഞില്ല. വിനീതിനോടും ധ്യാനിനോടും പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്യിപ്പിച്ചത്. അത്രമാത്രം സ്നേഹത്തോടെയാണ് എന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം അന്യനല്ല. അദ്ദേഹത്തിന് എനിക്ക് അന്യനായി കാണാനും സാധിക്കില്ല. എന്ത് ജോലിയുണ്ടെങ്കിലും എന്നോട് ഇപ്പോഴും പറയണം. ആ കുടുംബത്തോടൊപ്പം ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും ഞാൻ എന്നും. അത് ഞാനൊന്നും ഉറപ്പു തരുന്നുണ്ട്. അത്രമാത്രം നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ. ശ്രീനി സാർ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അങ്ങനെയൊന്നും വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി എനിക്ക് ഇരിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. അങ്ങനൊരു കുടുംബത്തിൽ നിന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും എനിക്ക് ആ കുടുംബത്തിനെക്കുറിച്ച് പറയാനില്ല. അത്രമാത്രം നല്ലൊരു കുടുംബം, നല്ല മക്കൾ. വിമലേച്ചി പൊന്നുപോലെയാണ് ശ്രീനി സാറിനെ നോക്കിയത്. ചേച്ചി എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാറുള്ളത്. എപ്പോഴും സ്നേഹമാണ്. ഭക്ഷണം വിളമ്പിത്തരുന്ന കൈയാണ്. ആ സ്നേഹം എനിക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എത്രയൊക്കെ ആയാലും എനിക്കതൊരിക്കലും മറക്കാനാകില്ലല്ലോ. അദ്ദേഹം അവസാനം കാറിൽ വെച്ച് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വീണപ്പോഴും കാല് വയ്യാതിരുന്നപ്പോഴുമൊക്കെ ഞാൻ കൂടെ സഹായിച്ചു നിന്നിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് നടക്കാൻ കഴിയാത്തപ്പോഴും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ തോളിൽ കൈതട്ടി ഒരു അനിയനെ പോലെ കാണും, പക്ഷേ ഒരു മകനെ പോലെ സ്നേഹിക്കും. അങ്ങനെയായിരുന്നു ശ്രീനി സാർ എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദര തുല്യനാണോ എന്ന് പോലും പറയാൻ എനിക്ക് പറ്റില്ല. അത്രമാത്രം ഒരു സഹോദരനേക്കാൾ ഉപരിയുള്ള സ്നേഹമായിരുന്നു എന്നോട് കാണിച്ചു കൊണ്ടിരുന്നത്. വർഷങ്ങളായി ഞാൻ ഈ വീടിൻ്റെ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിനേക്കാൾ എല്ലാം ഉപരി എൻ്റെ ശ്രീനി സാറാണ് വലുത്. അദ്ദേഹം പോയി, ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന വിതുമ്പിക്കരയുകയാണ് ശ്രീനിവാസന്റെ ഡ്രൈവർ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.